ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് പക്കയാണ്. അത് ഞാൻ ഷുവറാണ്. ഇങ്ങനെ തുടങ്ങിയാലോ? ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിരിക്കണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അടിപൊളി ഡാൻഡ്രഫിൻ്റെ ടിപ്പുമായിട്ട് വന്നിട്ട്. അപ്പോൾ ഒരൊറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു പാക്കാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്തെല്ലാം മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്നത് അതൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ പറയാം, നമ്മൾ ഈ നെയിലുകൊണ്ട് നമ്മൾ തലയിൽ ഇങ്ങനെ ചൊറിയൂലേ, ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്കാണ്. അത് നിങ്ങൾ ഫസ്റ്റ് ഒഴിവാക്കാം. സെക്കൻഡ് വന്നിട്ട് നിങ്ങളെ തോർത്ത്, ചീപ്പ്, തലേനോര, ഇത് മൂന്നും ഇപ്പം തന്നെ വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ വാഷ് ചെയ്യാം. നമ്മൾ എന്നാണോ ഇത് തേക്കാൻ തുടങ്ങുന്നത് അന്ന് തന്നെ വാഷ് ചെയ്യാം. ഇത് മൂന്നും മസ്റ്റായിട്ടും ക്ലീൻ ആയിട്ടിരിക്കണം. അല്ലാണ്ട് നമ്മളെ തല മാത്രം വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. ഇത് മൂന്നും കൂടി ക്ലീൻ ആക്കിയാലേ മൊത്തത്തിലങ്ങ് പോകും. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ, ഞാൻ ഏകദേശം കുറേ നാളായിട്ട് ഡാൻഡ്രഫ് കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു. ഞാൻ ട്രൈ ചെയ്യാത്തൊന്നുമില്ല, സത്യം പറയാലോ. നിങ്ങൾക്ക് കീറ്റോഗോണസോൾ ഷാമ്പു അറിയുമെന്ന് എനിക്കറിയില്ല. ഡോക്ടറെല്ലാം സജസ്റ്റ് ചെയ്യുന്നൊരു ഷാമ്പു ആണ്, ഞാൻ ഇവിടെ കൊടുക്കാം. ആ ഷാമ്പു വരെ ഞാൻ ട്രൈ ചെയ്തതാണ്, അതൊന്നും എനിക്ക് നടക്കുന്നില്ല. അറ്റ് ലാസ്റ്റാണ് ഞാൻ ഇത് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഇത് അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ നിങ്ങൾ ആഴ്ചയിൽ 3 പ്രാവശ്യമോ അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ടാണ്. റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ ഇത് സാധനം കാണുമ്പോൾ നിങ്ങൾ അയ്യേ പഞ്ചസാരയോ എന്ന് വിചാരിക്കണ്ട. അടിപൊളി സാധനമാണ്. നമ്മൾ തേനടക്കം നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ പഞ്ചസാര അത്ര മോശമൊന്നല്ല. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും അയ്യേ പഞ്ചസാര എന്നാ തലയിൽ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരേൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ കൊടുക്കാം. അപ്പം ഞാൻ കൂടുതൽ ലാഗടിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന വെറും 4 ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആരും കടയിൽ നിന്ന് പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. 0 കോസ്റ്റാണ്, വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് 2 ടേബിൾ സ്പൂൺ ഷുഗറാണ്. അതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് എടുക്കുക. ലെമൺ ജ്യൂസ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കേടാണ്. അപ്പോൾ ലെമൺ ജ്യൂസും കേടെല്ലാം ഡാൻഡ്രഫിന് ബെസ്റ്റാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നിങ്ങളടുത്ത് ഏത് കേടാണോ ഉള്ളത്, നിങ്ങളടുത്ത് ഏത് തൈരാണോ ഉള്ളത്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇത് 4 എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളത് തലയിൽ അപ്ലൈ ചെയ്യണം. നന്നായിട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര നല്ലൊരു സ്ക്രബ്ബറാണ്. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക തലയിൽ മൊത്തം. ഇത് 5 to 10 മിനിറ്റ്സ് ആണ് തലയിൽ വെക്കേണ്ടത്. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ തന്നെ മതി. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ നന്നായിട്ട്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഷാമ്പു ആണോ ഉള്ളത്, ഇപ്പോൾ നോർമൽ ഷാമ്പു ആണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡാൻഡ്രഫ് കൊണ്ട് ഒന്നും ഇട്ടിട്ട് മാറുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. റിസൾട്ട് പറയുക, കമൻറ്റിൽ പറയുക. എന്തെല്ലാം മാറ്റം ഉണ്ടായെന്ന് കമൻറ്റിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്പ് ഇനിയും ഉണ്ടാവും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാമല്ലോ. ബൈ ബൈ.